ന്യൂസ് അപ്പ് മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ന് പ്രധാനപ്പെട്ട ഒരു എപ്പിസോഡാണ്. റേഷൻ കാർഡ് മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റുന്നതിന് എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ ഇതിലേക്ക് വേണ്ടി അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അത് സംബന്ധിച്ച് മുമ്പ് ഒരു വീഡിയോ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് കാണുക. പ്രധാനമായും ഈ നിലവിലുള്ള റേഷൻ കാർഡിലെ എല്ലാ അംഗങ്ങളുടെയും ആധാർ റേഷൻ കാർഡിൽ ലിങ്ക് ചെയ്തവരുടെ അപേക്ഷകൾ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. അക്ഷയ കേന്ദ്രം വഴി റേഷൻ കാർഡ് അംഗത്തെ ആധാറുമായി ലിങ്ക് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് ഇനിയും അത് ചെയ്യാത്തവർ ഉടനടി അത് ചെയ്യുക. ചെയ്തതിന് ശേഷമാണ് മുൻഗണനാ റേഷൻ കാർഡിലേക്ക് പേര് മാറ്റുന്നതിന് അപേക്ഷ നൽകാൻ പാടുള്ളൂ. ഇനി ഞാൻ പറയുന്ന അയോഗ്യതാ മാനദണ്ഡങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അപേക്ഷിക്കേണ്ടതില്ല. കാർഡിലെ ഏതെങ്കിലും അംഗം, അതായത് നിലവിൽ നിങ്ങളുടെ കാർഡിൽ ഉൾപ്പെട്ട ഏതെങ്കിലും അംഗം സർക്കാരിലോ പൊതുമേഖലാ സ്ഥാപനത്തിലോ ജീവനക്കാരൻ ആയിരിക്കരുത്, ആദായ നികുതി നൽകുന്ന ആളായിരിക്കരുത്, സർവീസ് പെൻഷനർ ആയിരിക്കരുത്, 1000 ചതുരശ്ര അടി വീടിൻ്റെ ഉടമ ആയിരിക്കരുത്, 4 അതിലധികമോ ചക്രവാഹനത്തിൻ്റെ ഉടമ ആയിരിക്കരുത്, സ്വയം ഓടിക്കുന്നൊരു ടാക്സി ഉണ്ടെങ്കിൽ പ്രശ്നമില്ല. അതുപോലെ പ്രൊഫഷണൽസ്, അതായത് ഡോക്ടർ, എഞ്ചിനീയർ, അഡ്വക്കേറ്റ്, IT വിഭാഗം ജോലിയുള്ളവർ, നഴ്സ്, ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് തുടങ്ങിയ പ്രൊഫഷണൽ വിഭാഗത്തിലുള്ളവർ അപേക്ഷിക്കാൻ പാടില്ല. അവർ ഉൾപ്പെടുന്ന റേഷൻ കാർഡ് ആയിരിക്കരുത്. ഇനി കാർഡിലെ എല്ലാ അംഗങ്ങൾക്കും കൂടി ഒരേക്കറിൽ കൂടുതൽ സ്ഥലം ഉണ്ടെങ്കിൽ അവർ അപേക്ഷിക്കാൻ പാടില്ല. പക്ഷേ ഇതിൽ ST വിഭാഗത്തിന് എക്സംഷൻ ഉണ്ട്. 25,000 രൂപ പ്രതിമാസ വരുമാനം, അത് NRIക്കാരാണെങ്കിൽ അവർ ഉൾപ്പെടെ ഉണ്ടെങ്കിൽ ഈ മുൻഗണനാ വിഭാഗം റേഷൻ കാർഡിന് അപേക്ഷിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ പറഞ്ഞു നിർത്തിയ അയോഗ്യതകൾ ഇല്ലാത്ത കുടുംബങ്ങളിൽ പെട്ടവർ താഴെ പറയുന്ന വിഭാഗത്തിലാണെങ്കിൽ അവർക്ക് മുൻഗണനയ്ക്ക് അർഹത കൂടുതലാണ്. അതിന് യാതൊരു അടിസ്ഥാനവും നിശ്ചയിച്ചിട്ടില്ല. 1. ആശ്രയ പദ്ധതിയിൽപ്പെട്ടവർ, ആദിവാസികൾ, ക്യാൻസർ, ഡയാലിസിസ്, അവയവമാറ്റം, HIV, വികലാംഗർ, ഓട്ടിസം, ലെപ്രസി, 100% തളർച്ച ബാധിച്ച രോഗികൾ, നിരാലംബയായ സ്ത്രീകൾ, അതായത് വിധവകൾ, അവിവാഹിതയായവർ, ഡിവേഴ്സ്ഡ് സ്ത്രീകൾ, ഡിവേഴ്സ്ഡ് ആയിട്ടുള്ള സ്ത്രീകൾ കുടുംബനാഥ ആണെങ്കിൽ അവർക്കും കൂടുതൽ പ്രാധാന്യം കിട്ടും മുൻഗണനാ വിഭാഗത്തിലേക്ക് റേഷൻ കാർഡ് മാറ്റുന്നതിന്. പക്ഷേ അതിലൊക്കെ പ്രായപൂർത്തിയായ പുരുഷന്മാർ കാർഡിൽ ഉൾപ്പെട്ടിരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇതെല്ലാമാണ് മുൻഗണനാ മാനദണ്ഡത്തിന് പ്രധാനമായും നൽകുന്ന പ്രധാന ഘടകങ്ങൾ. ഇനി ഇതിലെ മാർക്ക് ഘടകങ്ങൾ കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കുക. 2009 BPL സർവേ പട്ടികയിലെ അംഗം അഥവാ BPL കാർഡിന് അർഹനാണ് എന്ന് പഞ്ചായത്ത് സെക്രട്ടറി നൽകുന്ന സാക്ഷ്യപത്രം ഉള്ളവർ, ഹൃദ്രോഗം ബാധിച്ചവർ, മുതിർന്ന പൗരന്മാർ, തൊഴിൽ, പട്ടികജാതി, വീട് സ്ഥലം ഇല്ലാത്തവർ, വീടിൻ്റെ അവസ്ഥ വളരെ ദയനീയമായവർ, സർക്കാർ ഭവന പദ്ധതിയിലെ അംഗം, അതായത് ലക്ഷം വീട്, IAOI, ലൈഫ് തുടങ്ങിയ പദ്ധതിയിൽ അംഗത്വമുള്ളവർ, വൈദ്യുതി, കുടിവെള്ളം, കക്കൂസ് ഇവ ഇല്ലാത്തവർ, അവശത ഘടകങ്ങൾ തെളിയിക്കുന്ന സാക്ഷ്യപത്രം ഉള്ളവർ, ഇവരെല്ലാം തന്നെ തീർച്ചയായും ഈ അർഹതാ മാനദണ്ഡത്തിൽ കൂടുതൽ മാർക്ക് ലഭിക്കാൻ ഉള്ളവരാണ്. അവരെല്ലാം മുൻഗണനാ വിഭാഗം റേഷൻ കാർഡിന് കൂടുതൽ അർഹതയുള്ളവരായിരിക്കും. പക്ഷേ ഈ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ തെളിയിക്കുന്ന സാക്ഷ്യപത്രങ്ങൾ നിങ്ങൾ അപേക്ഷയോടൊപ്പം നിങ്ങൾ നൽകുകയും വേണം. അപേക്ഷ നൽകാൻ അക്ഷയ കേന്ദ്രത്തിൽ എത്തുമ്പോൾ ഈ പറയുന്ന ഈ സർട്ടിഫിക്കറ്റുകൾ കൂടി കരുതണം. ആശ്രയ വിഭാഗത്തിലാണെങ്കിൽ ഗ്രാമപഞ്ചായത്ത് CDS ചെയർപേഴ്സൺ നൽകുന്ന സാക്ഷ്യപത്രം വേണം. ഗുരുതരം മാരകവുമായ രോഗങ്ങൾ, അതായത് ഡയാലിസിസ് ഉൾപ്പെടെ ആണെങ്കിൽ ചികിത്സാ രേഖകളുടെ പകർപ്പുകൾ നൽകണം. പട്ടികജാതി പട്ടികവർഗം ആണ് എന്ന് തെളിയിക്കാൻ തഹസിൽദാർ നൽകുന്ന ജാതി സർട്ടിഫിക്കറ്റ് വേണം. വിധവ ഗ്രഹനാഥ ആണെങ്കിൽ വില്ലേജ് ഓഫീസർ നൽകുന്ന നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റും നിലവിലെ പെൻഷൻ രേഖകളും നൽകണം. വീടും സ്ഥലവും സ്വന്തമായി ഇല്ലാത്തവരാണെങ്കിൽ അത് തെളിയിക്കാൻ വില്ലേജ് ഓഫീസർ നൽകുന്ന ഭൂരഹിത ഭവനരഹിത സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം.
BPL പട്ടികയിൽ ഉൾപ്പെടാൻ അർഹത ഉള്ളവർ ഗ്രാമത്തിലെയോ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറിയോ നൽകുന്ന സാക്ഷ്യപത്രം നൽകണം. ഏതെങ്കിലും ഭവന പദ്ധതി പ്രകാരം വീട് ലഭിച്ചിട്ടുണ്ടെങ്കിൽ വീട് നൽകിയ ഏത് വകുപ്പാണോ അവിടെ നിന്നുള്ള സാക്ഷ്യപത്രവും ഹാജരാക്കേണ്ടതുണ്ട്.